ക്ലാസ് ഉണ്ടായിരിക്കും. ഹലോ ഹലോ ഹലോ, ഞാൻ സ്റ്റേജിൽ കയറുന്നില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഒരു പാട്ട് പാടിയപ്പോൾ പിന്നെ തങ്ങളെ ഒരു ചികിത്സകനാണ് ഞാൻ. ചെറിയൊരു രോഗിയാണ്. രോഗി എന്ന് പറഞ്ഞുകൂടെ, അപ്പം രോഗമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നെ ഞാൻ സ്വയം പരിചയപ്പെടുത്താം. പലർക്കും എന്നെ അറിയണ്ടാവും. എൻ്റെ പേര് ശ്യാം. ഞാൻ എളറ്റ് വട്ടോളി ഒരു സ്റ്റുഡിയോ നടത്തുകയാണ്. വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ ഇവിടെ അക്യുപഞ്ചറായിട്ട് പരിചയപ്പെടുന്നത്. ഒരു സുഹൃത്ത് പറയുന്നതാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ കൊടിഞ്ഞി, ചെന്നിക്കുത്ത് എന്നൊക്കെ വിവിധ ഭാഷകളിൽ അറിയപ്പെടുന്ന അല്ലെ പുതിയ വാക്യങ്ങൾ അറിയപ്പെടുന്ന ഒരു രോഗിയാണ്. അതായത് എന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ മൈഗ്രെയിൻ വന്നിട്ട് എടുത്തുകൊണ്ട് പോയതാ, വീട്ടിലേക്ക് എടുത്തിട്ട് അത്രയും തലകറങ്ങി വീഴുന്ന ഒരു സംഭവം. ഈ മൈഗ്രെയിൻ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഇതിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ? ചെന്നിക്കുത്ത് കൊടിഞ്ഞൊക്കെ ഉള്ളവരുണ്ടോ? ഉണ്ടേ? അപ്പോ എന്റെ വീട്ടില് എന്റെ കുടുവാള കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ മുറിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ അറിയോ? ഈ തലവേദന ഉള്ളവന് ഏത് വേദനയും സഹിക്കാം. അതാണ് മൈഗ്രെയിൻ. തലവേദന ഉള്ളവന് ഏത് വേദനയും സഹിക്കാം. അങ്ങനത്തെ ഒരു വേദനയാണ്, ഒരു അസുഖമാണിത്. അപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു, ഈ മൈഗ്രെയിൻ ഇതുവരെ ഒരു ഗുളികയോ ഒരു മരുന്നോ ഒരു കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ പിന്നെ നമ്മളെ ഇംഗ്ലീഷ് മരുന്ന് ചെന്നാൽ അറിയാം. ഒരു ഗുളിക കൊണ്ട് തരും, പാരസെറ്റമോൾ എടുക്കും. മൈഗ്രാനിയൽ എന്ന് പറഞ്ഞാൽ കുറെ ഗുളിക എടുത്ത് തരും. അതൊക്കെ എടുത്താൽ അന്നപ്പോ ഒരു ആശ്വാസം ഉണ്ടാവും, പിന്നെയും മൈഗ്രെയിൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ മൈഗ്രെയിൻ അവസ്ഥ. അപ്പോ ഞാൻ ആദ്യമായിട്ട് നമ്മള് പിന്നെ ഒരു രോഗം വന്നാല് ആരാ? ഇംഗ്ലീഷ് മരുന്നിനല്ലേ കാണിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, ഇതിന് ഇത്രയും കാലമായിട്ട്, അതായത് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് എത്ര 13 വയസ്സുണ്ടാവും. ഇത്രയും കാലമായിട്ട് ഞാൻ കേരളത്തെ ചികിത്സിക്കാത്ത ഒരു ചികിത്സ ഇല്ല എന്ന് തന്നെ പറയാം. ആദ്യമായിട്ട് നമ്മള് ആ ചെറുപ്പകാലത്തിലൊക്കെ നമ്മളെ കൊണ്ടുപോകുക നേരെ ഡോക്ടറെ അടുത്താണല്ലോ കൊണ്ടുപോകുക. ഇംഗ്ലീഷ് മരുന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, പിന്നെ പ്രഗത്ഭനാണ്, മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുപോകും. അങ്ങനെ ഇന്നെയും കൊണ്ടുപോയപ്പോ പിന്നെ അവിടുന്ന് കുറെ ചികിത്സിച്ചപ്പോ അതൊന്നും മാറുന്നില്ല. അന്നപ്പോ എല്ലാരും പറയുന്നതാ, ഇത് കണ്ണിന്റെ തകരാറാണ് അല്ലേ? തലവേദന ആദ്യം ചികിത്സിച്ച വേറെ മകാണ്ടിരിക്കുമ്പോ പറയാം കണ്ണിന്റെ തകരാറാണ്, അതിന് ചികിത്സ വെച്ചാൽ മതി. അങ്ങനെ കാഴ്ചക്ക് പോകും, കണ്ണിന്റെ ഡോക്ടറെടുത്തായിട്ട് പോകും. കണ്ണിന്റെ ഡോക്ടറെടുത്ത് പോയി കുറെ കഴിഞ്ഞ് ഇതും ഒരു ഫലവുമില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിന്തിക്കുക, ആയുർവേദം ഉണ്ടല്ലോ, അതിൽ പോയി വെക്കാണ്. അങ്ങനെ എന്നെ കൊണ്ടുപോയി, അച്ഛൻ പോയി ആയുർവേദത്തിന് പോയി. അങ്ങനെ കുറെ പോയപ്പോ അതിനും കുറെ ചികിത്സ. അന്നപ്പോ ഇങ്ങനെ നാളെ നീണ്ടു പോകട്ടോ. വയസ്സിങ്ങനെ അധികമാകുകയും ചെയ്യാണ്. ഈ സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ പുറത്തേക്ക് തിരിച്ചു പോരും, മാഷന്മാരെ വീട്ടിലേക്ക് വിളിച്ചു പറയും. അങ്ങനെയൊക്കെ പുറേന്ന് വെളിയിൽ ഇങ്ങനെ പോകുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ട് എത്രയോ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അനുഭവിച്ചവർക്ക് ഈ മൈഗ്രെയിനെ പറ്റി അറിയും. പിന്നെ നമ്മൾ അതും പരാജയപ്പെട്ടാൽ എന്താ ചെയ്യാം? ഹോമിയോ ഡോക്ടർ ഉണ്ട് അവിടെ, പ്രഗത്ഭനാണ്, ആടഞ്ഞൊന്ന് പോയി നോക്കുന്നറിയും. അങ്ങനെ ഹോമിയോ പോകും. അങ്ങനെ ഹോമിയോ ഒരു 2-3 കൊല്ലം ഹോമിയോ ചികിത്സിച്ചിട്ട് പറഞ്ഞോണ്ട് തന്നെ തദൈവ ഈ മൈഗ്രെയിൻ നിൽക്കൂല. കാരണം അവിടെ നിന്നൊക്കെ ഒരു ഗുളികയും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. പക്ഷെ ഇത് മാറുന്ന ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്തിരിക്കാം? ഇത് കഫക്കെട്ടിന്റെ പ്രശ്നമാണ്. പലരും ഈ നമ്മൾ എങ്ങനെങ്കിലും രോഗം മാറുന്ന കിട്ടുക വെച്ചാൽ പലരും അനുഭവം പറയല്ലോ, അവിടെ പോയാൽ ഇവിടെ പോയാൽ എന്നൊക്കെ പറയല്ലോ. അത് പ്രകാരമാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അമ്മമാരെ അങ്ങനെ കൊണ്ടുപോവുക. അപ്പോ ഇത് മൂക്കിന്റെ പ്രശ്നമാണ്, മൂക്കിൽ കഫം കെട്ടിയിട്ടുള്ള പ്രശ്നമാണ്. അപ്പോ ഈ അന്ന് നസ്യം ചെയ്താൽ മതി എന്നറിയും. നസ്യം എന്നറിയാം, മൂക്കിലേക്ക് മരുന്ന് എത്തിച്ചിട്ട് നസ്യം ചെയ്യാന്നാണ് ഇതിന്റെ പേര് പറയാ. അപ്പൊ ഈ നസ്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. അപ്പൊ വയനാട്ടിലൊക്കെയാണ് ഈ നസ്യല്ല. അപ്പൊ അവിടെ പോയി അങ്ങനെ അവിടെ ചികിത്സയിലായി. പിന്നെയാണ് നിങ്ങളോടൊന്നും പറയാൻ പറ്റാത്തൊരു ചികിത്സയും കൂടി ഞാൻ എടുത്ത്. കൂടോത്രം കേട്ടുമ്പോ ചികിത്സ ചെയ്തിട്ട് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാട്ടോ. കാരണം അങ്ങനെ ഒരു താത്തന്റെ അടുത്ത് പോയി, അങ്ങനെ താത്ത പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ മാറുന്നൊക്കെ പറഞ്ഞ് സംഗതി എന്തായാലും ഒരു കേരളത്തിലൊരു പരിപാടിയും ഇല്ല, ഏത് ചികിത്സയില്ല. എനിക്ക് ചികിത്സയാണത്. അങ്ങനെ ആകസ്മികമായിട്ടാണ് എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം, ശ്യാമ ഇങ്ങോട്ട് ഒന്ന് പോയി നോക്ക്, അക്കിപ്പച്ചന്റെ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില്, ഒന്ന് പോയി നോക്കാൻ പറയാം. അപ്പൊ ഞാനും പറഞ്ഞോണ്ട് തന്നെ ഒരു ചികിത്സ അല്ലേ, അത് പോയി നോക്കാന്നുള്ള തരത്തിലാണ് അക്കിപ്പച്ചന്റെ അടുത്ത് നമ്മളെ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്തായാലും തങ്ങള് എനിക്ക് അന്ന് ഒരു 2-3 സൂചി എടുത്ത് ഞാൻ കാൽമലും നെറ്റിമലും ഇവിടെയൊക്കെ കുത്തി തന്ന്. എനിക്കിത് കണ്ടപ്പോ തോന്നി, ഇതിപ്പോ വേറെന്തോ പരിപാടി ഞാനാണ്, ഇതുകൊണ്ട് എങ്ങനെയാ മാറുക എന്നൊക്കെ ചിന്തിച്ചു നിന്നപ്പോ ഞാൻ തന്നെ പിന്നെ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഈ മാറാൻ ഇതുണ്ടെങ്കിൽ മാത്രം ചികിത്സിച്ചാൽ മതി. ഞാനിങ്ങനെ പലയിടത്തും പോയി കൊയ്യി ലാസ്റ്റ് വന്നതാണ് ഇവിടെ.
തങ്ങൾ പറഞ്ഞു വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു വിശ്വാസമുണ്ട്. ദൈവത്തിൽ വിശ്വാസമുണ്ട്. പിന്നെ ഈ ചികിത്സയിൽ വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു വിശ്വസിക്കാം. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ എന്താ പറയാന്നറിയില്ല, ഞാനിപ്പോ തങ്ങളോട് ശരിക്കും കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആ ചികിത്സയിൽ ഞാൻ വിശ്വസിച്ചു. ആ ചികിത്സയിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഓരോ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി. ഓരോ ദിവസം ആശ്വാസം തോന്നി. ഞാൻ ഈ ഓരോ ആഴ്ചയും തങ്ങളെടുത്ത് വരുന്നതില്ല. ഈ 2 ആഴ്ചയായി, പിന്നെ 3 ആഴ്ചയായി, പിന്നെ മാസത്തിലൊരിക്കലായി. ഇപ്പൊ ഞാൻ പോയിട്ട് എനിക്ക് ഒന്നൊരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും പുള്ളിയുടെ അടുത്തുനിന്ന് പോയിട്ട്. ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിക്കല്ല, എന്നെ കാണാനില്ലല്ലോ, എന്താ വരാത്തതെന്നൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വിളിക്കല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വഴി പോകുമ്പോ ഇവിടെ ഒന്ന് കയറും. അപ്പൊ ഞാൻ പൂർണ്ണമായിട്ടും സംതൃപ്തനാണ്. ഈ ചികിത്സയിൽ ഞാൻ സംതൃപ്തനാണ്. തന്നെയല്ല പറയുന്നത്, ഞാനിപ്പോ ഒരു ഇംഗ്ലീഷ് മരുന്ന് ഗുളിക കഴിച്ചിട്ട്, സാധാരണ തലവേനൊക്കെ നമ്മൾ വേഗം പോയി കഴിക്കും. നമ്മൾ താഴത്ത് അവിടെ മെഡിക്കൽ ഷോപ്പിൽ പോയി പെട്ടെന്ന് കഴിക്കും ഗുളിക കാണിച്ച്. ഇപ്പൊ ഒരു വർഷമായിട്ട് ഞാൻ തീരെ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കാറില്ല. തന്നെയല്ല, ഒരു രോഗം വന്നാൽ ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഉടനടി തങ്ങളെ വിളിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യും. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ നിർത്തി കളയാം. പിന്നെ ഇങ്ങനെ ഇതിന്റെ ഇടയിലേക്ക് ഒരു നല്ലൊരു പനി വന്നു. ഒരു വൈറൽ പനി എല്ലാവർക്കും വന്നില്ലായിരുന്നോ? ആ വൈറൽ പനി എനിക്കും പറഞ്ഞു. അപ്പൊ ഞാൻ തങ്ങളെ പെട്ടെന്ന് വിളിച്ചു, എന്താ ചെയ്യേണ്ടത്? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നേരെ പോയി ഒന്ന് കുളിക്കാന്ന് പറഞ്ഞു. നേരെ പോയി കുളിച്ചോളി എന്നാണ്. എങ്ങനെ ഞാൻ പരിച്ച് കിടക്കും മൂപ്പർ പറയാ കുളിച്ചോളാൻ, എങ്ങനെ ഉണ്ടാവും കുളിക്കാൻ? അങ്ങനെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് കുളിച്ചോ. കുളിച്ചിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യണോ, തല തോർത്തരുതെന്ന് പറഞ്ഞു. നമ്മളെ ചെറുപ്പം മുതൽ നമ്മളെ അമ്മമാരൊക്കെ പഠിച്ചതെന്താ, മോനെ തല തോർത്ത് കുളിച്ച ഉടനെ തല തോർത്തുന്നല്ലേ പറയാ. തങ്ങള് പറഞ്ഞ തല തോർത്തണ്ട, അതേ വഴി നിൽക്ക്, മേല് ഒട്ടുന്നിടം വരെ നിൽക്ക്. അങ്ങനെ ഞാൻ അത് ശീലിച്ചു കൊണ്ട് 5 ദിവസം കൊണ്ട് എനിക്ക് അപ്പം അറിയും. ഒരൊറ്റ ഗുളിയും കുടിച്ചില്ല. ഇവിടെ ഞാൻ ഹോസ്പിറ്റലിലും ഈ EH-ലും അവറ്റടുത്ത് പോയൊക്കെ വൈറൽ പനിക്ക് ക്യൂ നിൽക്കുകയാണ്. തന്നെയല്ല അതുപോലെ തന്നെ നമ്മൾ പൊലിമറി കുടിക്കുന്നതും അതേ ആ സിസ്റ്റം ഉപയോഗിച്ച് ഞാൻ ഇന്നും മുന്നോട്ട് പോവുകയാണ്. എന്നാലും